എക്സാക്ട്ലി പറഞ്ഞാൽ 55,500 സ്ക്വയർ ഫീറ്റ് ഏരിയയാണ് ഈ ഡിസ്പ്ലേ അറേഞ്ച്മെൻറ്റ്. ഓർക്കിഡ്സ് കുറേ ഒത്തിരി ഇഷ്ടമായി, വെറൈറ്റീസ്. പിന്നെ ബൊഗെയിൻവില്ലയുടെ കുറേ വെറൈറ്റി കളേഴ്സ് കാണാൻ പറ്റി. എല്ലാം ഇൻസ്റ്റയിൽ സ്റ്റോറി ആവും മിക്കവാറും. കൊള്ളാട്ടോ, കഴിഞ്ഞിടത്തേനെ വ്യത്യസ്തമായിട്ടൊരു അറേഞ്ച് ചെയ്തേക്കുന്നത് വളരെ നന്നായിട്ടുണ്ട്. തൽക്കാലം ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ ദുബായി ആണെന്ന് വിചാരിച്ചേക്കുക. നമസ്കാരം. എറണാകുളം ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി GCDയുടെ സഹകരണത്തോടെ നടത്തുന്ന ഒരു കിഡിലൻ ഫ്ലവർ ഷോ ആണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. കൊച്ചിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫ്ലവർ ഷോ നടക്കുന്ന സ്ഥലത്താണ്, മറൈൻ ഡ്രൈവിലാണ്. ഇവിടെയാണ് ഈ അതിമനോഹരമായ വർണ്ണങ്ങൾ വാരി വിതറുന്ന പലതരത്തിലുള്ള ചെടികളും അതുപോലെ തന്നെ സസ്യങ്ങളുമൊക്കെ ഉള്ളത്. ഇത് കാണുവാനും കണ്ടാസ്വദിക്കാനും നിരവധി പേരാണ് വരുന്നത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാം. എന്തൊക്കെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്? ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പറഞ്ഞാൽ ഈ കാണുന്ന പോലെ പൂക്കളുടെയും ചെടികളുടെയും വലിയൊരു ലോകം. ഇത് 41ാമത് ഫ്ലവർ ഷോ, കൊച്ചിൻ ഫ്ലവർ ഷോ. എറണാകുളം ഡിസ്ട്രിക്ട് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും GCDയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഷോയാണ് ഇക്കൊല്ലത്തെ. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് എറണാകുളം ഡിസ്ട്രിക്ട് അഗ്രികൾച്ചർ സൊസൈറ്റി GCDയുമായി സംയുക്തമായിട്ടാണ് ഷോ നടത്തുന്നത്. സൊസൈറ്റിയുടെ ഇതിൽ പറയുകയാണെങ്കിൽ 44ാമത്തെ ഷോ. ഈ ഷോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂക്കളുടെ ചെടികളുടെയും എണ്ണം കൊണ്ടും അവരുടെ വലിപ്പം കൊണ്ടും അവയുടെ പുതുമ കൊണ്ടും ഒരു വലിയൊരു വൈവിധ്യമാർന്ന ഒരു ശ്രേണിയാണ് ഈ കാണുന്നത്. എക്സാക്ട്ലി പറഞ്ഞാൽ 55,500 സ്ക്വയർ ഫീറ്റ് ഏരിയയാണ് ഈ ഡിസ്പ്ലേ അറേഞ്ച്മെൻറ്റ്. ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഏരിയയിൽ കാർപ്പറ്റ് ഷോ എന്ന നിലയിൽ ചെടികളുടെയും പൂക്കളുടെയും ഡിസ്പ്ലേ വരുന്നത്. കാരണം നിങ്ങളിപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ അറിയാം, എല്ലാ ഇതും കൃത്യമായി മാർക്ക് ചെയ്ത് വഴികളൊക്കെ ഇട്ട് വളരെ ആർട്ടിസ്റ്റിക് ടാലൻറ്റോട് ചെയ്യണം. ഇത് പെയ്ഡ് ആർട്ടിസ്റ്റിനെ കൊണ്ട് നമ്മൾ ചെയ്യിച്ച്, ഒരു എക്സലൻ്റ് ആർട്ടിസ്റ്റ്, എറണാകുളത്തുള്ള വളരെ ഫേമസ് ആർട്ടിസ്റ്റിനെ കൊണ്ട് ഇത് മുഴുവൻ ആർട്ടിസ്റ്റ് ചെയ്ത് ദെൻ നമ്മളുടെ തന്നെ കൂടെയുള്ള വർക്കേഴ്സും പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നും, നമ്മളുടെ കേരളത്തിൽ നിന്ന് പറഞ്ഞാൽ കുമളി, തേക്കടി, വയനാട്, തൃശ്ശൂർ ഭാഗം, ദെൻ അഗളിക്കോട്ട തമിഴ്നാട്, ഹോസൂർ കർണാടക, ബാംഗ്ലൂർ, പൂനെ, ഗുജറാത്ത്, അവിടെ നിന്നെല്ലാം നമ്മൾ പൂക്കളായിട്ട് വരുന്നു, ചെടികളായിട്ട് കൊണ്ടുവരുന്നു. ഇവിടെ കുറേ ചെടികളൊക്കെ ഇവിടെ വളർത്തി വലുതാക്കിയ ചെടികൾ. ഈ ബ്രോമിലിയാഡ്സ് പോലെയുള്ളത് നമ്മുടെ എല്ലാ തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രം കണ്ടുവളരുന്ന മാത്രം ചെടികളാണ്. പിന്നെ ആ ഫേൺസിൻ്റെ എന്ന് വെച്ചാൽ ബഡ് തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാം. തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് നമ്മളിപ്പോൾ ഒരു കൊല്ലമായിട്ട് വളർത്തി വലുതാക്കിയതാണ് കാണുന്നത്. പിന്നെ കുറേ സക്ലൻസ് കാണാം. സക്ലൻസൊക്കെ 20 കൊല്ലത്തോളം പഴക്കമുള്ള സക്ലൻസാണ്. അത് നമ്മളിപ്പോൾ അഗ്രികൾച്ചറിസ്റ്റായിട്ടും ഹോർട്ടിക്കൾച്ചർ അവർ എൻ്റർപ്രണേഴ്സ് ഉണ്ട്, അവരെയൊക്കെ ഒന്ന് ഇതിലേക്ക് കൊണ്ടുവരിക, അവരെല്ലാം ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഈ ഒരു ചെടികളുടെ ഈ ലോകം എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. അപ്പോൾ പല രീതിയിലുള്ള ചെടികൾ എല്ലാവർക്കും കൂടി ഒന്ന് പ്രയോജനപ്രദമായ രീതിയിൽ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ചെടികളുടെ അവിടെയും നമ്മൾ നെയിം സ്ലിപ്പ് വെച്ചിട്ടുണ്ട് പല ചെടികളുടെയും. ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രിസാന്തിമം എല്ലാവരും നമ്മുടെ നാട്ടിലും കുറച്ച് കാണാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, പച്ച കളറിലെ ക്രിസാന്തിമം പൂവുണ്ട്. അത് സാധാരണ കാണാറില്ല, ഫസ്റ്റ് ടൈമാണ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. അതൊരു 7-8 വെറൈറ്റി നമ്മുടെ അടുത്തുണ്ട്. ദെൻ പോയിൻറ്റ് സിറ്റിയാന്ന് പറയും. പോയിൻറ്റ് സിറ്റിൻ്റെ 12 വെറൈറ്റി, അത് ബ്രൈറ്റ് കളേഴ്സ്, അത് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ ഓർക്കിഡും ആന്തൂറിയം അതിൻ്റെ തന്നെ പല വെറൈറ്റികൾ, ഫെലനോപ്സിസ് ആയാലും വാൻഡയായാലും, അത് മൊത്തം ഗ്രൗണ്ട് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 15,000-ഓളം ഓർക്കിഡ്സും ആന്തൂറിയം പല സ്ഥലത്തായിട്ട് ഞങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്. പല രീതിയിൽ ഇതിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പുറകിൽ ഇവിടെ കാണുമ്പോൾ അറിയാം വലിയൊരു കൊട്ടമല. ഇതൊക്കെ എന്ന് വെച്ചാൽ ഔട്ട്ഡോറിനും ഇൻഡോറിനും ആർക്കിടെക്ട്സ് സ്പെസിഫൈ ചെയ്യുന്നതാണ്. ആ ഒരു വലുത് നമുക്ക് ഇറക്കാനായിട്ട് തന്നെ ഒരു ക്രെയിൻ വേണ്ടി വന്നു ഇവിടെ. ഏകദേശം 600 കിലോ വെയിറ്റ് ഉള്ളതാണ് അത്. അപ്പോൾ ഇതൊന്നും നമ്മൾ സാധാരണ നമുക്ക് ആർക്കും എവിടെയെങ്കിലും പോയൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം വെച്ചാൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് വരുമ്പോൾ കുറേ പുതുമകൾ കാണണം, ഇതുപോലെയുള്ള ആശയങ്ങൾ കാണണം. രണ്ടുണ്ട്, ഒന്ന് ഇതുപോലുള്ള കുറേ അറിവുകൾ പകരം, പിന്നെ വരുന്ന തലമുറയ്ക്ക് ഇതിൽ നിന്നും കുറേ കാലം പഠിക്കാം. കാരണം ഇതൊരു വലിയൊരു ബിസിനസ് ലോകമാണിത്. അതിലേക്ക് കടന്നു വരാൻ പറ്റും. കുറച്ചൊരു ഹാർഡ് വർക്കും ഒരു പേഷ്യൻസും ഉണ്ടെങ്കിൽ അവർക്ക് കുറേ ഉയരങ്ങളിലെത്താം. നമ്മൾ പറഞ്ഞ വൈറ്റ് കോളർ ജോബ് മാത്രമല്ല, ഇതിനുള്ളിലും കുറേ ടെക്നോളജി യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാം. അതും കൂടി ഞങ്ങളുടെ ഈ ഷോയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പം ഇത് കാണുക, എല്ലാവർക്കും വരാം. ഈ ഒരു ഉത്സവകാലമാണ്, ക്രിസ്മസ് ന്യൂ ഇയറും ഇവിടെ വരിക. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയി. കാരണം ഇത്രയും ഇത് ഊട്ടി ഫ്ലവർ ഷോ പോലെയാണെങ്കിലും അതൊരു ഇൻബിൽട്ട് ഫ്ലവർ ഷോയാണ്. അവിടെ വളർത്തി അവർ മെയിൻറ്റെയിൻ ചെയ്ത്
കുറേ വർഷങ്ങളൊക്കെ മാസങ്ങളോളം മതി. ഇതങ്ങനെയല്ല, പല സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നു ഇവിടെ ഞങ്ങൾ പല രീതിയിലും ഒരു ആർട്ടിസ്റ്റിക് ടാലൻറ്റോടെ ആളുകളിലേക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. പിന്നെ ടോപ്പിയറിയുണ്ട്, പല രീതിയിലുള്ള ടോപ്പിയറീസും ഫൈക്കസ് ട്രീസും ഉണ്ട്, പല ഇയേഴ്സ് പഴക്കമുള്ളതും പല ആകൃതിയിലുള്ളതും. ഇതൊക്കെ കാണാൻ കിട്ടുന്ന ഒരു അസുലഭ നിമിഷവും അസുലഭ മുഹൂർത്തമാണ് ഈ ഉത്സവ സമയത്ത് ഇവിടെ വരിക, കാണുക, എൻജോയ്. ഇപ്പം ഇവിടെ വന്ന് കാണുന്നു, ഇവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഇവിടെ ആളുകളുണ്ടോ? നമുക്കിവിടെ എല്ലാ ദിവസവും കൃഷി ഓഫീസേഴ്സ് 2 പേര്, അഗ്രികൾച്ചർ ഓഫീസിനെ നമ്മളിവിടെ വെക്കുന്നുണ്ട്. അവരെപ്പോഴും ഫ്രണ്ട് റോയിൽ തന്നെ ഉണ്ടാവും. ഈ ഗ്രൗണ്ടിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആർക്ക് വേണേലും അവരോട് വന്ന് ചോദിക്കാം. ഈ ഗ്രൗണ്ടിലെ മാത്രമല്ല, അതല്ലാതെ നിങ്ങൾക്ക് എന്ത് ഇപ്പോൾ ചെടികളെക്കുറിച്ചോ അതിൻ്റെ ഉൽപ്പാദനങ്ങളെക്കുറിച്ചോ അതിൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ചോ ഒക്കെ ചോദിക്കണമെങ്കിൽ എല്ലാ ദിവസവും 2 കൃഷി ഓഫീസർമാരെ കൃഷി വകുപ്പിൻ്റെ അവിടെ നിന്ന് അപ്പോയിൻ്റ് ചെയ്ത ആളുകൾ ഇവിടെ ഉണ്ടാവും. അവരോട് ചോദിച്ച് എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരും. അതുകൂടാതെ നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നമ്മളുടെ സൊസൈറ്റിയിൽ തന്നെ ഒരു 6-7 ഹോർട്ടിക്കൾച്ചർ സ്പെഷ്യലിസ്റ്റുകളുണ്ട്. അവർ പറഞ്ഞുതരും എല്ലാ കാര്യങ്ങളും. ഇതുകൂടാതെ ഇതും കഴിഞ്ഞ് നമ്മൾ സ്റ്റാളുകളിലേക്ക് കയറുന്നുണ്ട്. അവിടെ 2 വിശാലമായ ഒരു 5 സ്റ്റാൾ ഇൻഡോ അമേരിക്കൻ, ഈ മുന്നിൽ കാണുന്ന പ്ലാനുകളിൽ കുറേയധികം ഇൻഡോ അമേരിക്കൻ്റെ അവിടെ നിന്ന് സപ്ലൈ ചെയ്താൽ അവിടെ എക്സ്പേർട്സ് ഉണ്ട്. അവർ റെഗുലറായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കണം. അവർ പറഞ്ഞുതരും. പിന്നെ വളത്തിന് വേണ്ടി ഇന്ത്യയിലെ പ്രമുഖ വളനിർമ്മാതാക്കളെ കോമ്പോസ് എന്ന് പറഞ്ഞാൽ അവരുണ്ട് ഇവിടെ. അപ്പോൾ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും അറിഞ്ഞും നമുക്കിപ്പോൾ ഇവർക്ക് വീടുകളിലേക്ക് ആവശ്യമായാലും വീടുകളിലേക്ക് മാത്രമല്ല നഴ്സറിക്കാർക്ക് വന്നാൽ അവർക്കും ആവശ്യമുള്ള കാര്യങ്ങളും ഇവിടെ നിന്ന് കിട്ടും. ഇതുപോലെ ഇത് വാങ്ങണം, ഒരു ചെടി വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇത് നമ്മുടെ ഇവിടെ നഴ്സറി ഉണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇത് ഡിസ്പ്ലേ ഏരിയ കഴിഞ്ഞ് നമ്മൾ കയറുന്ന തന്നെ ഒരു നഴ്സറി ഗാർഡൻ ഉണ്ട്. അതിപ്പോൾ ബാംഗ്ലൂരിൽ നിന്നുള്ള ഇൻഡോ അമേരിക്കൻ എന്നുള്ള കമ്പനിയാണ്. അവരുടെ വളരെ വിപുലമായൊരു ശേഖരമുണ്ട്, അവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇത് കഴിഞ്ഞ് ഗ്രൗണ്ടിൻ്റെ പുറത്തിറങ്ങുമ്പോൾ അവിടെ ഒരു 4-5 നഴ്സറികൾ അവിടെയുണ്ട്, അവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇവിടെയുള്ള QR കോഡുകൾ എല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ട്. എല്ലാ നഴ്സറിയും ഞങ്ങൾക്ക് ഇതെല്ലാം സപ്ലൈ ചെയ്ത ആളുകളുടെ പേര് വിവരങ്ങളാക്കിയോ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അത് സ്കാൻ ചെയ്ത് ഓർഡർ കൊടുത്താൽ അവർ ഓൺലൈനിലാണ് ഇതെല്ലാം സപ്ലൈ ചെയ്യും. അതിൽ അവരുടെ സ്റ്റോറുകളുണ്ട്, എറണാകുളത്ത് സ്റ്റോറുള്ളവരുണ്ട്, അവരും സപ്ലൈ ചെയ്യും. പ്രവേശനം എങ്ങനെയാണ് ഇവിടെ? പ്രവേശനം മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയാണ് പ്രവേശനം. നമ്മുടെ സമയം രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി വരെയും ഷോ ഗ്രൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. കലൂരുന്നു. ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ട്? നല്ല സൂപ്പറായിട്ടുണ്ട്. ഈ സമയത്ത് ഇവരുടെയൊക്കെ കൂടെ കൊച്ചു പിള്ളേരല്ലേ ഇവിടെയൊക്കെ വരണ്ടേ കാണാൻ? അത് ഞങ്ങൾ ഇനിയും വരും. പ്രായം ഒന്നും ഒരു വിഷയമല്ല. ഒന്നുമില്ല. എന്തിനാണ് പ്രായം നോക്കിയാലോ ഇതൊക്കെ കാണണ്ടേ? അതാണ് ഈ ഒരു മൈൻഡ് വേറെ ആർക്കും ഇല്ല, അതാണ് ഈ പ്രശ്നം. അയ്യോ അങ്ങനെയൊന്നുമില്ല. പ്രായമായെന്നും പറഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. അതൊന്നുമല്ല, അതങ്ങനെയൊന്നുമല്ല. പ്രേക്ഷകർ കാണണം ഈ അമ്മച്ചിയെ പോലെ നമ്മൾ അല്ലേ കണ്ട് കൊതി പിടിച്ചിങ്ങനെ നടക്കാം. തീർച്ചയായിട്ടും അതാണ് നമ്മളിങ്ങനെ പ്രായമാകും തോറും നമ്മുടെ മനസ്സൂടെ ചെറുപ്പമാകും അല്ലേ. അതായത് B.Ed കോളേജിലെ ടീച്ചറാണ്, എന്നാലും ഇത് കാണാൻ വരാതിരിക്കില്ലല്ലോ. പേരെന്താ അമ്മയുടെ? ചന്ദ്ര. എങ്ങനെയുണ്ട്? നന്നായിട്ട്. എന്താണ് ഇഷ്ടപ്പെട്ടത്? എല്ലാം ഇഷ്ടപ്പെട്ടു. ഫ്ലവേഴ്സ് തന്നെയാണ്. എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശമുണ്ടോ? മേടിക്കണം. മേടിക്കാം, അതിനല്ലേ വന്നത്. ഈ കലൂരിലൊക്കെ താമസിക്കുന്ന നമുക്ക് ഗാർഡൻ ഒക്കെ ചെയ്യാനുള്ള സ്ഥലമുണ്ടോ? ഉണ്ട്. അത്യാവശ്യമല്ല, കുറച്ച് ഉള്ള സ്ഥലത്ത് ചെയ്യും. ഇതുപോലുള്ള ഫെസ്റ്റിവലൊക്കെ വരുന്നത് ആളുകൾക്കൊക്കെ നല്ലതാണോ? നമുക്കൊരു പുറത്തൊക്കെ പോയി ഭയങ്കര നല്ല പരിപാടിയല്ലേ ഇതൊക്കെ. എല്ലാ വർഷവും കാത്തിരിക്കൂലേ ഇത് വരാൻ വേണ്ടി. ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ പോകാൻ ഇഷ്ടമുള്ളവരാണ്. അതെ, ഉറപ്പായിട്ടും. കൊള്ളാട്ടോ, കഴിഞ്ഞ തന്നെ വ്യത്യസ്തമായിട്ടൊരു അറേഞ്ച് ചെയ്തേക്കുന്നത് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ പൂക്കളൊക്കെ കഴിഞ്ഞ കൊണ്ടുള്ളതൊക്കെ തന്നെയാണ്, കുറച്ച് ഇതില്ല എന്താ വെറൈറ്റി കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഭംഗിയായിട്ടുണ്ട്. താങ്ക് യു. നന്നായിട്ടുണ്ട്. പുതിയ കുറേ ചെടികളെ കാണാൻ കഴിഞ്ഞ്, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. എല്ലാ വർഷവും പുതിയ പുതിയ ഇനങ്ങൾ, സാധാരണ പരിചിതമില്ലാത്ത ഇനങ്ങൾ കാണുന്നു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. എല്ലാ കൊല്ലം വരുന്നതാണ്. എവിടെയാണ് വീട്? ഇവിടെ അടുത്ത ഞാറക്കലാണ്. ഓക്കെ, താങ്ക് യു. ഒരുപാട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായി പറ. പൂക്കളൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ല? സൂപ്പറാന്ന് പറ. സൂപ്പറാണോ? അത് ഇഷ്ടപ്പെട്ടു അല്ലേ? എന്താ ഇഷ്ടപ്പെട്ടെ? അത് നമുക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ഷോ എങ്ങനെയുണ്ട്? ഗുഡ്. ഇഷ്ടപ്പെട്ടു. എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എല്ലാം ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണോ വരുന്നത് അതോ? യെസ്, ആദ്യമായിട്ടാണ് വരുന്നത്. എവിടെയാണ് വീട്? കോട്ടയം. കോട്ടയം. ഇത് കാണാൻ വേണ്ടി ഇവിടെ വന്നതാണോ മറ്റെന്തെങ്കിലും വന്നതാണോ? ജസ്റ്റ് കാണാനും
പിന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ അതുകൊണ്ട്. ക്രിസ്മസ് ഇവിടെയാണോ? യെസ്. അപ്പം ഹാപ്പി ക്രിസ്മസ്. സെയിം ടു യു. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഒരുപാട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ, ഒരുപാട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട്. എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എല്ലാം നല്ല രസമുണ്ട്. എല്ലാം നല്ല രസമുണ്ട്. എന്നാലും എടുത്തു പറയത്തൊക്കെ ഏത് പൂവാണ് ഇഷ്ടപ്പെട്ടത്? സ്റ്റാർട്ടിങ്ങിലുള്ള പൂ പേരെനിക്കറിയില്ല, പക്ഷെ അവിടെ നിന്ന് കണ്ടത്. ഓർക്കിഡിലേക്ക് പോയോ? അവിടെ എല്ലാം കണ്ടു. ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ടമ്മ? എല്ലാം ഇഷ്ടപ്പെട്ട് നന്നായിട്ടുണ്ട്. എവിടെയാണ് വീട്? അടൂർ, പത്തനംതിട്ട. ഇവിടെ എന്തിനാ വന്നത്? ഇവിടെ മകളുടെ അടുത്ത് വന്നത്. മകളിവിടെ താമസിക്കുന്നത്. അടൂരിൽ എവിടെ? പത്തനംതിട്ടയിൽ അടൂരിൽ എവിടെ? അടൂരിനടുത്ത് നെല്ലിമുകൾ എന്ന് പറയും. മണക്കാല നെല്ലിമുകൾ. അപ്പം ഈ വർഷം ക്രിസ്മസും ന്യൂ ഇയർ ഇവിടെ ആണോ ആഘോഷിക്കുന്നത്? അപ്പോൾ ന്യൂ ഇയർ വരികയാണ്, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നുണ്ടോ? എന്ത് തീരുമാനം ഉദ്ദേശിക്കുന്നത്? നന്നാവണമല്ലോ. അപ്പം മേരി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഓക്കെ. അടിപൊളിയായിട്ടുണ്ട്, വളരെ മനോഹരമായിട്ടുണ്ട്. നല്ല സ്റ്റാൻഡേർഡുള്ള ഒരു ഡെക്കറേഷൻസ് വളരെ നന്നായിട്ടുണ്ട്. നല്ല അറേഞ്ച് ചെയ്തേക്കണതിൻ്റെ പ്രത്യേകതയാണ്. സാധാരണ ഫ്ലവർ ഷോ ആകുമ്പോൾ നമ്മൾ കുറച്ച് ഇത്രയും ഇത് നല്ല ഓർഡറായിട്ടെ, അതുകൊണ്ട് കാണാൻ പിന്നെ നടക്കൽ നമ്മൾ വളരെ കംഫർട്ടബിളാണ് ഇതിൻ്റെ അകത്ത്. ഗംഭീരം. ഈ ദുബായിലൊക്കെ പോകുന്ന ഒരു പ്രതീതി തോന്നുന്നുണ്ടോ? ഇപ്പോൾ തൽക്കാലം ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ ദുബായി ആണെന്നങ്ങ് വിചാരിച്ചേക്കുക. താങ്ക് യു. പറയുന്നത് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല? പിന്നെ പൂക്കൾ ഇഷ്ടപ്പെടാത്തവരാരോ ഉള്ള, നമ്മുടെ കണ്ണിനുള്ള കാഴ്ചകളല്ലേ, ഒത്തിരി ഇഷ്ടമായി. കണ്ണിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വിരുന്നാണ് പൂക്കൾ. എനിക്ക് പൂക്കൾ ഒരുപാട് ഇഷ്ടമാണ്. അത് കാരണമാണ് ഇത് കണ്ടിങ്ങനെ നടക്കണത്. എല്ലാ കൊല്ലം വരുമോ? എല്ലാ കൊല്ലം വരാൻ പറ്റുന്ന സമയത്ത് വരും, എല്ലാ കൊല്ലവും ഒന്നുമില്ല. ഇടുക്കിന്ന് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഹൈ റേഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. അതെ, ഞങ്ങൾ ഇടുക്കി കട്ടപ്പനയിൽ ഫുൾ ഫാമിലി അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി വന്നു. ഫ്ലവർ ഷോ ഇവിടെ കണ്ടില്ല മോശമല്ലേ? അവിടെ കുമ്മിളിയുണ്ട്, കട്ടപ്പനയുണ്ട് ഫ്ലവർ ഷോ. ബട്ട് ഇത് ഭയങ്കര ഒരു വെറൈറ്റിയാണ്. മാത്രമല്ല ഫുള്ളി കളർഫുൾ. അവിടെ കുറേ പൂക്കളാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ലീഫിൻ്റെ കളറിൻ്റെ ഒരു വെറൈറ്റി ഉണ്ട്. ബട്ട് ഒരു ന്യൂ ജനറേഷൻ ആയിട്ടുള്ള എല്ലാ ടൈപ്പ് സാധനങ്ങളും വളരെ സൂപ്പറാണ് കേട്ടോ. ഏതായാലും ഒരു എന്താണ്, ഇവിടെ ഒരു തണുപ്പുണ്ട് മൊത്തത്തിൽ. ചൂടിൻ്റെ ഇടയിൽ ഒരു കൂളിംഗ്. സോ ഫണ്ടാസ്റ്റിക്. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. ഓ താങ്ക് യു. സെയിം ടു യു. നല്ലതാ, ഇഷ്ടപ്പെട്ട കൂടുതൽ എല്ലാം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. എല്ലാ കൊല്ലം വരുമോ? വരും. അതെ, ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാലേ ഈ വർഷം അത്രയും ഇല്ല. ശരിക്കും നിങ്ങളാണോ ഫ്ലവർ ഷോ ഈ ചെയ്യുന്നല്ലോ? നിങ്ങൾ വേറെ മീഡിയക്കാരല്ലേ? കഴിഞ്ഞാൽ വളരെ ഇതൊന്നും പറയാൻ പറ്റിയല്ല. നമുക്ക് കഴിഞ്ഞ വർഷം കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഞാൻ എല്ലാ വർഷവും വന്ന് കാണുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്താണ് കഴിഞ്ഞ വർഷത്തേക്കാളും ഇപ്പം ഉള്ള കുറവ് എന്താണ്? അല്ല, ഇത് ഓരോ സെയിം സംഗതികളാണ് കൂടുതലും ഉള്ളത്. ചെറിയ പൂക്കളുടെ, മറ്റേത് അങ്ങനെ അല്ലായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങളിത് പുറകോട്ടൊന്ന് ഇത് ചെയ്ത് നോക്കിയോ? കാര്യം ഇത്രയും സ്പേസിലല്ല, പക്ഷേ ചെയ്തത് നന്നായിട്ടായിരുന്നു. താങ്ക് യു. വളരെ നല്ലതായിട്ടുണ്ട്. എല്ലാം ഇഷ്ടപ്പെട്ടു. ഓർക്കിഡ് ഒത്തിരി നല്ലതാണ്. എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല. ഓക്കെ. എത്രാമത്തോട്ടാണ് ഇവിടെ വരുന്നത്? ഞാൻ ഫസ്റ്റ് ടൈമാണ്. കൊള്ളാം, സൂപ്പർ. ഇഷ്ടപ്പെട്ടത് ഓർക്കിഡും പിന്നെ പേരറിയത്തില്ല. സൂപ്പറായിരുന്നു. അതെ, നല്ല. എന്താ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എല്ലാം ഇഷ്ടപ്പെട്ടു. ഈ രണ്ടുപേരും കൂടി ഈ സായന്തനത്തിൽ ഇതൊക്കെ കണ്ട് ആസ്വദിക്കാറിയ? അതെ. എത്ര വയസ്സായി? എനിക്ക് 70 വയസ്സായി. എനിക്ക് 65. അടിപൊളി. മക്കളൊക്കെ? മക്കളും ഒരാളേ ഉള്ളൂ. അവരും വരും, ഇപ്പം വരും. അവർക്ക് മുമ്പ് നിങ്ങൾ ഞങ്ങൾ മുന്നേ അങ്ങോട്ട് രണ്ടുപേരും കൂടെ വന്നത്. നിങ്ങൾ രണ്ടുപേരും കൂടെ ആണോ എല്ലായിടത്തും യാത്ര പോകുന്നത്? അതെ, ചിലപ്പോൾ മോൻ്റെ കൂടെ ഒക്കെ പോകും. കാണാൻ താല്പര്യമില്ലെന്ന് മോൻ പറഞ്ഞു. മോൾക്കും ഇഷ്ടമാണ്. എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? ഞങ്ങളുടെ 28 വർഷം. 28 വർഷം? 28 കേട്ടോ, 30 വർഷം. 30 വർഷമായി. എങ്ങനെയായിരുന്നു കല്യാണം കഴിക്കുന്നത്? സാധാരണ വരി. പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ടു. അങ്ങനെ കല്യാണത്തിന് ശേഷമുള്ള സ്നേഹം ഇപ്പോഴും ഉണ്ടോ? അത് എനിക്കുണ്ട്, അവിടെ ആണോ? അങ്ങനെ എങ്കിലും നമുക്ക്
കുട്ടികളൊക്കെ ആയി കഴിഞ്ഞ ശേഷം അവരൊക്കെ സെറ്റിൽഡായി. ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുണ്ട്? ഇപ്പം എനിക്കങ്ങനെ ശാരീരികമായിട്ട് ക്ഷീണങ്ങളായതുകൊണ്ട്, എന്നാലും ഇങ്ങനെ എപ്പോഴും രോഗവും ഇതൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. സഹായിച്ചു അങ്ങനെയൊക്കെ കുഴപ്പമില്ലാതെ പോകും. പഴയ സ്നേഹം ഇപ്പോഴും ഉണ്ടോ രണ്ടുപേരും തമ്മിൽ? ഉണ്ട് ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, ഇല്ല ഇല്ല, തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിട്ട് കാണാൻ. ഈ സ്നേഹം എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മേരി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, താങ്ക് യു സാർ. നന്നായിരിക്കുന്നു. എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? പൂക്കള്. എങ്ങനെയുണ്ട്? സൂപ്പർ. അടിപൊളി. ഓക്കെ. എന്താണ് ഇഷ്ടപ്പെട്ടത് കൂടുതൽ? ഈ ഐറ്റംസ് ഒക്കെ തന്നെ ഏറ്റവും ഇഷ്ടം. മറ്റേ ജമന്തിയൊക്കെ സാധാ കാണുന്നതാണ്, ഇത് അല്ല ഓക്കെയാണ്, വെറൈറ്റി തന്നെയാണ്. ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ശരി. It's beautiful, mesmerizing. We really love visiting here. Variety of flowers. It's I'm from Himachal. Yeah. Here we are working. Thank you. You too. ഒരുപാട് ഇഷ്ടപ്പെട്ടോ? ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല വെറൈറ്റീസ് ഓഫ് കളേഴ്സ്, ലീഫിൽ തന്നെ നല്ല വെറൈറ്റീസ് ഉണ്ട്. ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണോ വരുന്നത്? അല്ലല്ല, ഞങ്ങൾ എല്ലാ വർഷവും അടങ്ങാതെ വരുന്നതാണ്. ഇവിടെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടല്ലോ. നന്നായിരുന്നു. എന്താ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഓർക്കിഡ്സ് കുറേ ഒത്തിരി ഇഷ്ടമായി, വെറൈറ്റീസ്. പിന്നെ ബൊഗൈൻവില്ലയുടെ കുറേ വെറൈറ്റി കളേഴ്സ് കാണാൻ പറ്റി. അങ്ങനെ കുറേ ഇഷ്ടപ്പെട്ടു. എല്ലാം ഇൻസ്റ്റയിൽ സ്റ്റോറി ആവും മിക്കവാറും. എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നു? ഓർക്കിഡ്സ് എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് വിചാരിക്കും. നമ്മുടെ ഇല്ലാത്ത പല കളർ ഓർക്കിഡ്സ്, അപ്പോൾ അത് ജസ്റ്റ് നോക്കാമെന്ന് വിചാരിക്കും. ഈ ക്രിസ്മസിനും ന്യൂ ഇയറിനും എന്താണ് പ്ലാൻ? പ്രത്യേകിച്ചൊന്നുമില്ല, ഇനി പ്ലാൻ ചെയ്യണം. അപ്പോൾ ക്രിസ്മസിന് തലേന്ന് അടിച്ചു പൊളിച്ചു. ക്രിസ്മസിന് എന്താണ് പ്ലാൻ? ക്രിസ്മസിന് പ്രത്യേകിച്ചില്ല, ന്യൂ ഇയർ നോക്കണം ഇനി. അപ്പം മേരി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. സെയിം ടു യു. എങ്ങനെയുണ്ട്? നല്ലതാ. എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എന്താ കൂടുതൽ ഇഷ്ടപ്പെട്ട? എന്താ ഇഷ്ടപ്പെട്ടത്? പൂക്കള്. പൂക്കളും ഇഷ്ടപ്പെട്ടത് അല്ലേ? അതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എല്ലാം നല്ലതാ. എല്ലാം നല്ലതാണ്. ആദ്യമായിട്ടാണോ വരുന്നത് അതോ ആദ്യമായിട്ടാണോ വരുന്നത്? ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം. എവിടുന്നാ വരുന്നത്? ഇവിടെ അടുത്ത് തന്നെയാ, വൈറ്റില. എങ്ങനെയുണ്ട്? സൂപ്പറാന്ന് പറ. സൂപ്പർ. എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? I don't know. Why? Okay, thank you. കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ അത്രയും പോരാന്ന് എനിക്ക് തോന്നുന്നു. ഈ വർഷം നന്നായിട്ട്. കഴിഞ്ഞ വർഷത്തെ എന്ത് അപാകതയാണ് കാണാൻ കഴിയുന്നത്? അല്ല, കഴിഞ്ഞ വർഷം കുറച്ച് വെറൈറ്റി വേറെ ഒരു 1-2 വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തൊന്നും വെറൈറ്റി കണ്ടില്ല. പക്ഷേ ഇതൊരു പുതിയ ട്രെൻഡാണ് ഈ കാണുന്ന അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അല്ല, ഈ ലീവ്സിൻ്റെ ഇതുണ്ടല്ലോ, ഇതൊരു പുതിയ വെറൈറ്റിയാണ് ഇപ്രാവശ്യം വന്നതിൽ ഏറ്റവും നല്ല. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നന്നായിട്ടുണ്ട്. അറേഞ്ച്മെൻറ്റ് നന്നായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. എല്ലാ കൊല്ലവും വരുന്നുണ്ട്? എല്ലാ വർഷവും വരും. ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് പോകുന്നു. എന്തായാലും മനോഹരമായ കാഴ്ചയാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ വന്നാൽ ഒരു നഷ്ടവുമില്ല. ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള പൂക്കൾ കാണാം, ചെടികൾ കാണാം, അത് വാങ്ങുകയും ചെയ്യാം. എന്തായാലും നല്ലൊരു സായന്തനം നിങ്ങൾക്കിവിടെ ചിലവഴിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.